السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തു മർയമിലെ 67 വരെയുള്ള ആയത്തുകളാണ് എടുത്തത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. ثم لنحن أعلم بالذين هم أولى بها صليا. ഒന്നുകൂടെ. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. ثم لنحن أعلم بالذين هم أولى بها صليا. തൊട്ടു മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞത് മനുഷ്യന് മരണശേഷം പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ കഴിയുമോ എന്ന് അവന് സംശയമുണ്ട്. എന്നാൽ അവൻ ഓർക്കുന്നില്ലേ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നാം അവനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന്. അവനായത് ഇൻസാന ഖലഖനാഹു മിൻ ഖബൽ, ഇതിനു മുമ്പ് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. വലം യകു ഷൈഅ, അവൻ യാതൊന്നും ആയിരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ അവനെ പടച്ചുവല്ലോ, അതവന് ഓർമ്മയില്ലേ എന്നാണ് അല്ലാഹു തആല മറുപടിയായി പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയെന്നോണം അല്ലാഹു തആല പറയുന്നു, ഫറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീന സുമ്മ ലനഹ്ദുറന്നഹും. ഫറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാകുന്നു സത്യം. ഫറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാകുന്നു സത്യം. ലനഹ്ശുറന്നഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ലനഹ്ശുറന്നഹും 2 പ്രാവശ്യം തെക്കി ചെയ്തു. ലനഹ്ശുറന്ന, ഹശറ യഹ്ശുറു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. ഹശറ യഹ്ശുറു, ലനഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടും. ലനഹ്ശുറന്ന, നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഹും, അവരെ. വശയാതീന, മനുഷ്യരെ മാത്രമല്ല, വശയാതീന പിശാചുക്കളെയും നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അപ്പം മനുഷ്യരെയും പിശാചുക്കളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. ഇവിടെ അത് രണ്ടും പറയുള്ളൂ. എന്നാൽ മറ്റു പല സ്ഥലത്തും എല്ലാത്തരം സൃഷ്ടികളെയും പറയുന്നു. ഇവിടെ മനുഷ്യനെ ഈ കുഫറിലേക്ക്, തെറ്റായ വിഷയത്തെ കൊണ്ടുപോകുന്ന ശൈത്താന്മാരാണ്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇവിടെ വശയാത്വീന അവരെ കൂടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. റബ്ബിനെ നിഷേധിക്കാനും പരലോകം നിഷേധിക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ശൈത്താന്മാരാണല്ലോ. അതുകൊണ്ട്
ആ ശൈത്താന്മാരെ കൂടി ഇവരെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇവർ ആരാധിച്ച ശൈത്താന്മാർ, മനുഷ്യർ ആരാധിച്ചിരുന്ന ആരാധ്യരാണ് പലപ്പോഴും പിശാചുക്കൾ. അത് പിശാചിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ടാണ് പലപ്പോഴും മറ്റു ആരാധ്യരെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ആരെയാണോ ആരാധിച്ചത് ആ ആരാധ്യരടക്കം ഇവരും എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. നിന്റെ റബ്ബ് തന്നെയാകുന്ന സത്യം, ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാകുന്ന സത്യം. ഖുർആനിൽ പലരെയും സത്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപൂർവം സ്ഥലത്താണ് ഇങ്ങനത്തെ സത്യമുള്ളത്. അത്രയും വലിയ യാഥാർത്ഥ്യം, അത്രയും വലിയ പ്രാധാന്യമുള്ള കാര്യം പറയുമ്പോഴാണ് സത്യത്തിന് വലിപ്പം കൂടുന്നത്. അപ്പം ഇവിടെ ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാകുന്നു സത്യം എന്ന് പറഞ്ഞത് മാത്രമല്ല, പിന്നെ ല എന്ന് തീർച്ചയായും, അഹ്ശുറന്ന എന്ന ഇന്നയും തീർച്ചയായും പറഞ്ഞു. ആ മൂന്ന് രൂപത്തിൽ ഇവിടെ അല്ലാഹു തആല ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അർത്ഥം. ഫവറബ്ബിക ലനഹ്ശുറന്നഹും എന്ന് പറയുമ്പോൾ ഒന്ന് സത്യമുണ്ട്, ഖസം, പിന്നെ രണ്ട് തൗക്കീദുകൾ, ഇന്ന എന്ന തൗക്കീദും ല എന്ന തൗക്കീദും. അപ്പം ഇതിനെ മൂന്ന് തവണ മൂന്ന് തരത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും യാഥാർത്ഥ്യമാണ്. നിന്റെ റബ്ബാണ് സത്യം, പടച്ച റബ്ബാണ് സത്യം, നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. യാതൊരു സംശയത്തിനും ഇനി അവിടെ പഴുതില്ല. അപ്പം മരിച്ചാൽ എങ്ങനെ പോയി ഇനി എണീക്കുക എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. പക്ഷേ അങ്ങനത്തെ സംശയത്തിലെ ഒരവസരമില്ല. ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. നിന്റെ റബ്ബാകുന്നു സത്യം. ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാകുന്നു സത്യം. അവളും വെറും റബ്ബ് എന്ന് പറയാതെ ഫവറബ്ബിക എന്ന് നബിയിലേക്ക് ചെത്തി പറഞ്ഞു. നബിയെ, താങ്കളുടെ റബ്ബ് തന്നെയാകും സത്യം. അല്ലാഹ് എല്ലാം റബ്ബാണ്, എല്ലാത്തിനും റബ്ബാണ്. എന്നാലും നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുമ്പോൾ ഒന്നുകൂടെ അതിന് മഹത്വം വർദ്ധിക്കുന്നു. ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാകുന്നു സത്യം. ലനഹ്ശുറന്നഹും, തീർച്ചയായും നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. വശയാതീന, പിശാചുക്കളെയും ഒരുമിച്ച് കൂട്ടുന്നു മാത്രമല്ല, സുമ്മ ലനുഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, സുമ്മ ലനുഹ്ളിറന്നഹും, പിന്നീട് നാം അവരെ ഹാജരാക്കുകയും ചെയ്യും. സുമ്മ ലനുഹ്ളിറന്നഹും, ഹാളിർ, അഹ്ളറ യുഹ്ളിറു, ഹളറ ഹാജറായി, അഹ്ളറ ഹാജറാക്കി, യുഹ്ളിറു ഹാജറാക്കും, നുഹ്ളിറു, സുമ്മ ലനുഹ്ളിറന്നഹും, പിന്നീട് നാം ഹാജരാക്കുക തന്നെ ചെയ്യും തീർച്ച അവരെ, ഹൗല ജഹന്നമ, നരകത്തിന് ചുറ്റും, ജിസിയ, അവിടെ ജിസിയ എന്നാൽ മുട്ടുകുത്തിയവർ എന്ന ശരിക്കർത്ഥം. ജസ എന്ന വാക്ക് മുട്ടുകുത്തി നിൽക്കുന്നതാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ അള്ളാഹിന് മുമ്പിൽ വിനയപ്പെട്ടു നിൽക്കുന്നതായി, അല്ലെങ്കിൽ അവിടെ പിടിക്കപ്പെട്ട പുള്ളികളെപ്പോലെ അവർ നാം ആ നരകത്തിന് ചുറ്റും അവർ ഹാജരാക്കുക തന്നെ ചെയ്യും. സുമ്മ ലനഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, ഇവിടെ ജിസിയ എന്നാൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇരിക്കുന്നവർ എന്നൊക്കെ തഫ്സീറുണ്ട്. ഖുഊദൻ, ഇരിക്കുന്നവരായിക്കൊണ്ട് എന്നാണ് ഇവിടെ ഒരു തഫ്സീറിൽ ഇബ്നു അബ്ബാസ് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടായിട്ട് വരുന്നത്. അതേസമയം ഖിയാമൻ എന്ന് ഇബ്നു മസ്ഊദ് ഒക്കെ പറഞ്ഞതായിട്ടും കാണാൻ കഴിയും. അവ രണ്ടും ശരിയായിരിക്കാം. നരകത്തിന് ചുറ്റും അവർ ഹാജരാക്കുന്ന അർത്ഥം, അവരവിടെ നിൽക്കും, അവരവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരവിടെ ഹാജരാക്കും. നരകത്തിന് ചുറ്റും അവർ ഹാജരാക്കപ്പെട്ടിട്ട് നരകത്തിലേക്ക് എറിയപ്പെടും. ഇവിടെ നിഷേധികളായ ആളുകൾ, പിശാചുക്കളായ ആളുകൾ, അവരൊക്കെ നരകത്തിന് മുമ്പിൽ അവർ ഹാജരാക്കപ്പെടും. എന്നിട്ട് നരകത്തിൽ നിന്ന് അവർ നേരെ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അവർക്ക് സ്വലാത്തില്ല, സ്വലാത്തിലൂടെ കടന്നു പോകുന്നില്ല നിഷേധികൾ. അതിന് മുമ്പേ തന്നെ അവരെ നരകത്തിലേക്ക് എറിയപ്പെടുന്നു എന്നാണ് പലപ്പോഴും ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞു ഹൗല ജഹന്നമ ജിസിയ. അപ്പോൾ ഈ പരലോകം നിഷേധിച്ചവർ, അള്ളാഹു അല്ലാത്ത ആരാധിച്ചവർ, അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞവർ, മരിച്ചുപോയാൽ പിന്നെ എങ്ങനെ ഇപ്പം നമ്മളൊക്കെ എണീക്കുക എന്ന് ചോദിച്ചവർ, അവരൊക്കെ അവിടെ വരുന്നു മാത്രമല്ല, അവരൊക്കെ നരകത്തിൻ്റെ സമീപത്ത് അവരെയെല്ലാം ഹാജരാക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. ഒറ്റ ആയത്തിൽ 5 തവണയാണ് തൗക്കീദ്. ഒന്ന് സത്യം, ഫവറബ്ബിക, പിന്നെ 2 പ്രാവശ്യം ലാ വന്നു, 2 പ്രാവശ്യം ഇന്നയും വന്നു. ലനഹ്ശുറന്ന, ഇവിടെ ലനുഹ്ളിറന്ന. അപ്പം 5 തവണ സത്യം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ചെറിയ ആയത്തിൽ അല്ലാഹു തആല ഇക്കാര്യം പറഞ്ഞത്. ഒരുമിച്ച് കൂട്ടും, അവരെ നരകത്തിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും.
എന്നിട്ട് ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا ثم لننزعن പിന്നീട് നാം അതിൽ നിന്ന് പിടിച്ചെടുക്കും, ഊരിയെടുക്കുക തന്നെ ചെയ്യും. മിൻ കുല്ലി ശീഅത്തിൻ എല്ലാ സംഘങ്ങളിൽ നിന്നും. ഷിയത്ത് സംഘം, കക്ഷി. ഷിയ സാധാരണ കേൾക്കുന്ന വാക്കാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞത്. ഷിയത്തു അലി എന്ന പേരിൽ അവർ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ പേര് വന്നത്. ഷിയത്തു അലി, അലിയുടെ കക്ഷി എന്നാണ്. അതാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ഷിയകൾ ഷിയ എന്ന് പറഞ്ഞാൽ കക്ഷി. ഷിയത്തു അലി, അലിയുടെ കക്ഷി. അപ്പൊ ഷിയാക്കൾ എന്ന് പറയുമ്പോൾ ഷിയത്തു അലി എന്നാണ്, അലിയുടെ കക്ഷി എന്നാണ്. യഥാർത്ഥത്തിൽ അലിയുടെ കക്ഷിയല്ല. അവർ സ്വയം പേരിട്ടുകൊണ്ട് ഞങ്ങൾ അലിയുടെ ആളുകളാണ് എന്ന് വാദിച്ച രംഗത്ത് വന്നവരാണ് അവർ. അഥവാ നബിക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലിയാണ് എന്നാണ് അവരെ ഒന്നാമത്തെ വാദം ഉണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് ഒന്നല്ല, നബിക്ക് ശേഷം ഖിലാഫത്ത് അലിക്ക് അവകാശപ്പെട്ടതായിരുന്നു എന്ന വാദവുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും വസിയ്യുണ്ട്, എൻ്റെ വസിയ്യ അലിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ ഇല്ലാത്ത കഥ ഉണ്ടാക്കി വന്നത്. നബി പറയാത്തത് നബിയുടെ പേര് കെട്ടിച്ചമച്ചുകൊണ്ട് അവർ കൊണ്ടുവന്നു. എല്ലാ പ്രവാചകന്മാർക്കും ഒരു വസിയ്യുണ്ട്, എൻ്റെ വസിയ്യ് അലിയാണ്. അപ്പം നബിക്ക് ശേഷമുള്ള വസിയ്യ് അലിയാണ്, അതുകൊണ്ട് അലിയായിരുന്നു ഖലീഫയാകേണ്ടത്. ഇല്ല, ഈ വ്യാജ റിപ്പോർട്ടുള്ളത് ആ പ്രവാചകർക്ക് ശേഷം അവിടെ നേതൃത്വം ആരെ ഏൽപ്പിക്കണം എന്ന് എല്ലാ പ്രവാചകന്മാരും വസിയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ വസിയത്ത് ഞാൻ അലിയെയാണ് ഏൽപ്പിക്കുന്നത്. അല്ലാഹു അഅലം. ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഓല് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി, ഇവിടെ ഇല്ലാത്ത ഹദീസുകൾ അങ്ങനെ ഉണ്ടാക്കി. ലിക്കുല്ലി നബിയ്യിൻ വസി, എല്ലാ നബിക്കും വസിയുണ്ട്, എൻ്റെ വസിയ്യ് അലിയാകുന്നു എന്ന് വ്യാജ കഥയുണ്ടാക്കിയിട്ടാണ്, എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടാണ് അവർ അലിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയത്. പിന്നെ അത് പിന്നീട് വന്നാണ്. അത് പിന്നീട്, ആദ്യം അതാണ് വന്നത്. പിന്നീട് അതിൽ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഇല്ലാത്തൊരുപാട് പുതിയ വാദങ്ങളും ഒക്കെ ഉണ്ടാക്കി. പിന്നെ അവസാനം ഖുർആൻ തന്നെ തെളിവുണ്ട്, അലിയാണ് നബിക്കേശം ഖലീഫയാവേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും പിന്നെ അത് ഓവറായി പോയിട്ടാണ് പിന്നെ അലിയെപ്പറ്റി ധാരാളം ആയത്തുണ്ട്, ഫാത്തിമയെപ്പറ്റി ആയത്തുണ്ട്, ഹസൻ ഹുസൈനെ പറ്റി ആയത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പിന്നീട് അതിൽ നിന്ന് വന്നതാണ്. മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിവാദങ്ങൾ കൂടി വരും. ഇന്നമ വലിക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു എന്ന ആയത്ത് അലിയെപ്പറ്റിയാണ് എന്നാണ് ഷിയാക്കൾ വിശദീകരിച്ചത്. ഇന്നമ വലിക്കുമുള്ള, നിങ്ങളെ വലിയ അല്ലയാണ്, റസൂലുഹു അവൻ്റെ റസൂലാണ്, വല്ലദീന ആമനു അലിയുമാകുന്നു. അവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളെ കുറിച്ചല്ല, അലിയെക്കുറിച്ചാണ് ആ ആയത്ത് എന്ന് വ്യാഖ്യാനിക്കുകയും. അപ്പം നബിയാണ്, അല്ലയാണ് വലിയ, വല്ലദീന ആമനു അലിയുമാണ്. അപ്പം അള്ളി റസൂലും കഴിഞ്ഞാൽ പിന്നെ അലിയാണ് ഇവിടെ അടുത്ത സ്ഥാനമുള്ളത്. അപ്പം നബിക്ക് ശേഷം അലിയാണ് ഖലീഫയാവേണ്ടത് എന്ന് അവർ വാദിച്ചു കൊണ്ടുവന്നു. പിന്നെ അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി പിരിഞ്ഞു. അപ്പം അതിൽ ചിലർ വാദിച്ചു അലിയാണ് നബിയാകേണ്ടിയിരുന്നത്, നബിക്ക് ശേഷമല്ല, യഥാർത്ഥ നബിയാകേണ്ടത് അലിയായിരുന്നു. അത് പിന്നെ ജിബ്രീൽ ആൾ മാറി മുഹമ്മദിന് വഹി കൊടുത്തുപോയി, അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ അലിക്കായിരുന്നു ശരിക്കും വഹിയല്ല കൊടുത്തയച്ചത് എന്ന് വാദിച്ചവരുണ്ട്. അലിയിൽ ദൈവീകമായ അംശമുണ്ട് എന്ന് വാദിച്ചവരും പിന്നെ അവരിൽ ഉണ്ടായി. ഇലാഹിയായ അംശം അലിയിലുണ്ട്, അലി ഇപ്പോഴും മരിച്ചിട്ടില്ല, അലി ആകാശലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വാദിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. അലി മഹദിയായിട്ട് ഇനി ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവർ അവരിലുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വിശ്വാസമായി പിന്നീട് അവർ മാറി. അലിക്ക് ശേഷം പിന്നെ അലിയുടെ ബാക്കി വിൻമുറക്കാരായി 11 പേരെ അവർ പരിചയപ്പെടുത്തി. ഇസ്നാ അശ്രികൾ എന്ന് പറയുന്ന ഷിയാക്കളിലെ ഒരു വിഭാഗമാണ് ഇസ്നാ അശ്രിയ. 12 ഇമാമിയങ്ങൾ, അലി മുതൽ ഇങ്ങോട്ട് 12 ഇമാമിയങ്ങൾ. അവരാണ് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടവർ. ആ 12 പേരും മഅ്സൂമീങ്ങളാണ്. അവരൊക്കെ പാപസുരക്ഷിതരാണ്, തെറ്റുപറ്റാത്തവരാണ്, അവർക്ക് അള്ളാഹുവിൽ നിന്ന് വീഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വാദിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ഖുർആന് ലാഹിറുമുണ്ട് ബാത്തിനുമുണ്ട് എന്ന് അവരാണ് ഇവിടെ വാദിച്ചത്. ഖുർആന് ബാഹ്യാർത്ഥമുണ്ട്, അതിൻ്റെ ആന്തരികാർത്ഥമുണ്ട്. ബാഹ്യാർത്ഥമാണ് തഫ്സീലൊക്കെ കാണുക, ബാഹ്യാർത്ഥമാണ് നബി സ്വഹാബികൾക്കൊക്കെ പറഞ്ഞെടുത്തത്, അതാണ് ഇവിടെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തു പോരുന്നത്. എന്നാൽ ആന്തരികാർത്ഥമുണ്ട്, അത് നബി അലിക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തിരുന്നു, വേറെക്കും പഠിപ്പിക്കാതെ സ്വകാര്യമായി അലിക്ക് പഠിപ്പിച്ചു. കാരണം മറ്റുള്ളവർ അത് പഠിക്കാൻ മാത്രം വളർന്നിട്ടില്ല, അതുകൊണ്ട് അലിക്ക് സ്വകാര്യമായി നബി തങ്ങൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അലിയിൽ നിന്ന് പേര് കൈമാറി പോന്നിട്ടുണ്ട്. അതാണ് ശരിയായ അർത്ഥം, മറ്റത് ബാഹ്യമായ അർത്ഥമാകുന്നു എന്ന് വാദിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. അങ്ങനെ അതെ, സൂഫികൾ അതേ ആശയമാണ് സ്വീകരിച്ചത്.
ബാഹ്യാർത്ഥവും ആന്തരികാർത്ഥവും. അത് ശരിക്ക് ഷിയാക്കൾ ആദ്യം ഉണ്ടാക്കി. സൂഫിസം പിന്നെ വന്നത് ആദ്യം വന്ന് ഷിയാക്കളാണല്ലോ. അവിടെ നിന്നാണ് പിന്നീട് തസൗഫ് ഉണ്ടായി വന്നത്. തസൗഫ് ഉണ്ടാക്കിയ 3 പേരും 2 പേരും ശുദ്ധ ഷിയാക്കളാണ്. അത് തുടക്കക്കാരായ 2 പേരും ശുദ്ധ ഷിയാക്കളായിരുന്നു. അതാണ് ഒരു പറഞ്ഞാൽ. പിന്നെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബൊക്കെ ഖലീഫയായി വന്നപ്പോൾ അവർക്കെതിരായിട്ടുള്ള ആയത്തുകൾ ഒഴിവാക്കിയതാണ്. അവർക്കെതിരായിട്ട് കുറേ ആയത്തിലുണ്ടായിരുന്നു. ആ ആയത്തൊക്കെ ഒരു കൂടിയിട്ട് ഒക്കെ വെട്ടി ഒഴിവാക്കിയിട്ടാണ് ഒരു ഖുർആൻ ക്രോഡീകരിച്ചത്. അവിടെ ആ ക്രോഡീകരണം ശരിയായിട്ടില്ല എന്നാണ്. ഖുർആൻ ക്രോഡീകരണം ശരിയായിട്ടില്ല. ക്രോഡീകരിച്ചപ്പോൾ അവർക്ക് പറ്റാത്ത അവർക്കെതിരെ വന്ന ആയത്ത് മുഴുവനും അതിൽ നിന്ന് ഒഴിവാക്കി. അലിക്ക് വേണ്ടി ഇറങ്ങി കുറേ ആയത്ത് അതൊക്കെ ഒഴിവാക്കി. അങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കുറച്ചൊക്കെ പാടെ അവിടുന്ന് ഇവിടുന്നും എടുത്തിട്ടാണ് തൽക്കാലം അവർ ഒന്ന് ക്രോഡീകരിച്ചിറക്കിയത്. അതല്ലെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പുണ്ട് ഖുർആൻ. 17,000 ആയത്തുണ്ടായിരുന്നു. ബാക്കി മുഴുവൻ പോലെ ഒഴിവാക്കിയതാണ്. ഇപ്പം 60 ആകുള്ളൂ. അപ്പം ഇതൊക്കെ ഖുർആൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അതിനത്രയും വേറെയും ഉണ്ടായിരുന്നു. ആ 3-2 ഒഴിവായിട്ടുണ്ട്. 3-1 ഇപ്പോഴുള്ള മുസാഫിലുള്ളൂ. അത് അവരൊക്കെ കൂടി അവിടുന്ന് സ്വകാര്യമായി തട്ടിക്കൂട്ടി സംഘടിപ്പിച്ചതാണ് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പം ആ നിലയ്ക്ക് വളരെ അപകടം പിടിച്ച വാദത്തിലേക്ക് അവർ പോയി. ഖുർആനിലെ ഇപ്പോഴുള്ള മിക്കവാറും ആയത്തുകൾക്ക് അവർ ബാഹ്യാർത്ഥവും ആന്തരികാർത്ഥവും കണ്ടെത്തി. ഈ പുറത്തുകാല അർത്ഥമൊന്നുമല്ല, മറ്റു കുറേ അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നല്ലാഹി ഉമറുക്കും അൻതദ് ബഹു ബക്കറ സൂറത്ത് ബക്കറയിൽ പറഞ്ഞു. ബനൂ ഇസ്രായേലിനോട് മൂസാ അലൈഹി സ്വലാം പറഞ്ഞത് നിങ്ങൾ അല്ലാഹു തആല പശുക്കുട്ടിയെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അവിടെ ബക്കറ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയാണ് അതുപോലെ പറയാം. ഈ ആയത്തിലെ ബക്കറ ആയിഷ ബീവിയാണ്. അപ്പോൾ ആയിഷ ബീവിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇന്നല്ലാഹി ഉമറുക്കും അൻതദ് ബഹു ബക്കറ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുമായിട്ടുള്ള യാതൊരു ഇടപാടും പാടില്ല, അവരെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ ശരിയായ അർത്ഥം. അതെ, ചോദ്യം ചിലപ്പോൾ ഒരു ഇതിനെ ഉപയോഗിക്കുന്നത് ഒരു പറഞ്ഞ മറ്റേ ഖുർആൻ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അതുണ്ട്, പക്ഷെ വിലക്കപാടെ കൂടി അന്ന് ഒഴിവാക്കിയതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആയത്ത് കുറച്ച് ആയത്തൊക്കെ ചേർത്തിട്ട് ഒരു വേറെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത കുറച്ച് ആയത്തൊക്കെ. അതെ, അത് ഇത് തന്നെയാണ് അസ്ല്. പക്ഷെ കുറച്ച് ആയത്തുകൾ അധികം ചേർത്തിട്ടുണ്ട്. ഏത് 12 അല്ല, ഒരു 23 വിഭാഗമുണ്ട്. 23 വിഭാഗമാണ് ഷിയാക്കൾ മൊത്തം ഉള്ളത്. പിന്നെ അത് പോട്ടെ മതി. അതിപ്പോ അത് ആ ആയത്ത് കേട്ടാൽ തന്നെ മനസ്സിലാവും. ആയത്തിൻ്റെ അർത്ഥം കേട്ടാൽ തന്നെ ഏത് മനുഷ്യന്മാർക്കും മനസ്സിലാവും, മൂപ്പർക്ക് മനസ്സിലാക്കണം. അതെ, ശരി, മൃതിക്ക് പോവാം. അപ്പൊ ഷീഅത്ത് സംഘം, കക്ഷി. എന്ന് പറഞ്ഞ നേരെ വാക്കർത്ഥം ഊരിയെടുക്കുന്നതാണ്. നസഅ ഊരി എന്നാണ് നേരെ വാക്കർത്ഥം. ഒന്നിലും മറ്റത് ഊരിയാൽ നസഅ എന്നാണ് പറയുക. തർക്കിച്ചു എന്നർത്ഥമുണ്ട് നസഅക്ക്. ഉന്നാസിഅത്തി ഉർഖ ഉള്ളതാണ് ഊരിയെടുക്കുന്നവർ. അപ്പം ഇവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, അതിൽ നിന്ന് അല്ലാഹു തആല പിടിച്ചെടുക്കും എന്ന അർത്ഥത്തിലാണ്. സുമ്മലൻസിഅന്ന, പിന്നീട് നാം എടുക്കുക തന്നെ ചെയ്യും. മിൻ കുല്ലി ശീഅത്തിൻ, എല്ലാ സംഘത്തിൽ നിന്നും, അഥവാ മിൻ കുല്ലി ഉമ്മത്തിൻ എന്നാണ് ഇമാം മുജാഹിദൊക്കെ കൊടുത്ത അർത്ഥം. മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തുകളിൽ നിന്നും. നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഈ ഉമ്മത്ത് മാത്രമല്ലല്ലോ, അത് നബി ഇസ്ലാം മുതലുള്ള എല്ലാ മനുഷ്യന്മാരും അവിടെ ഉണ്ട്. അതേപോലെ മുഴുവൻ ജിന്നുകളും അവിടെയുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ മിൻ കുല്ലി ശീഅ എന്ന് പറഞ്ഞാൽ മിൻ കുല്ലി ഉമ്മ, എല്ലാ ഉമ്മത്തിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും നാം എടുക്കും. എന്തെടുക്കും? അയ്യുഹും അശദ്ദു അലർ റഹ്മാൻ ഇതിയാ, അയ്യുഹും അവർ ആരാണോ അശദ്ദു അലർ റഹ്മാൻ ഇതിയാ, റഹ്മാനായ റബ്ബിനോട് ഏറ്റവും കഠിനമായി ധിക്കാരം കാണിച്ചവൻ ആരാണോ അവർ നാം എടുക്കും. അപ്പോൾ വലിയവരെ ആദ്യം പിടിക്കുമെന്നർത്ഥം. അപ്പോൾ സ്വർഗത്തിലേക്ക് ഏറ്റവും മുന്തിയവരാണ് ആദ്യം പോകുന്നത്. നരകത്തിലേക്കും അങ്ങനെ തന്നെയാണ്. നരകത്തിലേക്കും ഒന്നാകാൻ പോവില്ല. വലിയ വമ്പന്മാരും വലിയ ധിക്കാരികളും ഒക്കെയായി സ്വയം ദൈവങ്ങളായി രംഗത്ത് വന്നവർ, അതേപോലെ ദൈവത്തിൻ്റെ സ്ഥാനം ഇവിടെ കൈകാര്യം ചെയ്തവർ, അങ്ങനെയൊക്കെയുള്ള കുറേ വമ്പൻ ധിക്കാരികളുണ്ട്. ആ വലിയ ധിക്കാരികളെ ആദ്യം നരകത്തിലേക്ക് അയക്കുന്നു എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
മിൻ കുല്ലി ഷീഅത്തിൻ. അതിൽ തഫ്സീർ ഇമാം ഖത്താദൊക്കെ പറഞ്ഞത് സുമ്മ ലനൻസിഅന്ന മിൻ അഹ്ലി കുല്ലി ദീനിൻ, എല്ലാ മതത്തിൻ്റെയും അഹ്ലുകാരിൽ നിന്ന് നാം എടുക്കും ഖാലത്തഹും വറുഅസാഅഹും ഫിശ്ശർരി, തിന്മകളിൽ അതേപോലെ ഈ ധിക്കാരത്തിലൊക്കെ അവർക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരാരെയാണോ ആ നേതാക്കളെയാണ് ആദ്യം പിടികൂടുക. കാരണം എന്താ, അനുയായികളുടെ വിശ്വാസം നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ നേതാക്കൾ നമ്മെ രക്ഷിക്കുമെന്നാണ് അനുയായികളുടെ വിശ്വാസം. എങ്കിൽ ആ നേതാക്കളെ തന്നെ ആദ്യമായി അല്ലാഹു തആല നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അതാണ് അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയ എന്ന് പറഞ്ഞത്. അല്ലാഹു തആല വിശുദ്ധ അറാഫ് പറഞ്ഞല്ലോ, ഹത്താ ഇദ ദാറകൂ ഫീഹാ ജമീഅ, എല്ലാവരും ആ നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖാലതു ഖുറാഹും ലിഊലാഹും, പിന്നിൽ വന്നവർ മുമ്പിൽ പോയവരോട് പറയും റബ്ബനാ ഹൗലായി അളല്ലൂന, റബ്ബേ ഇവരാണ് ഞങ്ങളെ പഴിപ്പിച്ചവർ. പിൻഗാമികൾ മുൻഗാമികൾ നോക്കി പറയും ഇവരാണ് ഞങ്ങൾ പഴിക്കാൻ കാരണക്കാർ, കാരണം ഓലൊക്കെ ഇങ്ങനെ ചെയ്തു, അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങൾ പൂർവികന്മാരല്ലേ, അവർ ചെയ്തതല്ലേ, ഞങ്ങൾ ആ വഴി സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പിഴക്കാൻ കാരണം ഈ മുൻഗാമികളാണ്. അതുകൊണ്ട് ഫആതിഹിം അദാബൻ ദഇഫൻ മിനൻ നാർ, നീ അവർക്ക് നരകത്തുനിന്ന് ഇരട്ടി ശിക്ഷ നൽകണേ അല്ലാ എന്ന് പിൻഗാമികൾ മുൻഗാമികൾക്ക് വേണ്ടി, അതി നേതാക്കൾക്ക് വേണ്ടി അനുയായികൾ അവിടെ വെച്ച് പറയും. അല്ലാഹ് പറയും ലികുല്ലിൻ ദഇഫുൻ, എല്ലാവർക്കും ഉണ്ട് ഇരട്ടി, വലാകിൻ ലാ തഅലമൂൻ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. വഖാലത് ഊലാഹും ലിഉഖറാഹും ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളൽ, അപ്പോൾ പൂർവികന്മാർ പിൽക്കാലക്കാട് പറയും നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ പ്രത്യേകിച്ച് യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഞങ്ങളൊക്കെ ഞങ്ങളെ വയ്പ്പിച്ചു, നിങ്ങളൊക്കെ മുന്തിയ ആൾക്കാർ, അങ്ങനെയൊന്നും പറയണ്ട, നമ്മളൊക്കെ കണക്കേനാണ് ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്സിബൂൻ, നിങ്ങൾ ചെയ്തതിൻ്റെ നിമിത്തമാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയത്, അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമുക്ക് ശേഷം അത് തുടർന്ന് പോകുന്ന ആളുകളുണ്ടാവും. ഏത് തെറ്റും എപ്പോഴും അങ്ങനെയാണ് വരിക. അപ്പം നമ്മുടെ നാട്ടിൽ പല ശിൽക്കും ഖുറാഫാത്തും ചെയ്യണത്, നമ്മളെ കാക്കക്കാരന്മാർ അങ്ങനെയായിരുന്നു, വാപ്പപ്പാപ്പർ അങ്ങനെയായിരുന്നു, നമ്മുടെ കാര്യങ്ങളായി ചെയ്തു പോകുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചിലപ്പോൾ നമ്മിൽ മാത്രം പരിമിതമാകുന്നില്ല. നമ്മളെ കണ്ട് നമ്മളെ മക്കൾ അത് ജീവിതത്തിൽ പാലിക്കും, ഓലെ കണ്ട് ഓലെ മക്കൾ പാലിക്കും, അങ്ങനെ 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 കൈമാറി കൈമാറി പോകും. അപ്പം അവിടെ എത്തുമ്പോൾ ഈ വാപ്പപ്പാപ്പാരെ കാണിച്ചുകൊണ്ട് ആളുകൾ പഴുതാ ഇവരാണ് ഞങ്ങൾ പിഴയ്ക്കാൻ കാരണം, അവർ തെറ്റ് ചെയ്തു, ആ തെറ്റ് ഞങ്ങളതേപോലെ അനുവർത്തിച്ചു പോന്നു. അപ്പം അവരിങ്ങോട്ട് പറയാം നിങ്ങൾക്ക് ഞങ്ങളെക്കാളും പ്രത്യേകിച്ച് വലിയ ഒരു മുന്തിയതൊന്നുമല്ല നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചോളൂ. അല്ലാഹ് പറയുന്നു എല്ലാവർക്കും ഉണ്ട് ഇരട്ടീൻ, ആരും മോശക്കാരല്ല, എല്ലാവർക്കും ഇരട്ടിയുണ്ട് എന്ന് പറയും. അപ്പോൾ അതാണ് ഈ നേതാക്കളെ വലിയവരെ ആദ്യം നരകത്തിലേക്ക് അല്ലാഹു തആല അയക്കുന്നു. അതാണ് മിൻ കുല്ലി ശീഅത്തിൻ, എല്ലാ ഉമ്മത്തിൽ നിന്നും എല്ലാ സംഘത്തിൽ നിന്നും നാം എടുക്കുന്നു അയ്യുഹും, അവൽ ആരാണോ അശദ്ദു ഏറ്റവും കഠിനമായവർ, ഏത് കാര്യത്തിൽ അലർ റഹ്മാനി റഹ്മാനെതിരായി ഇത്തിയ ധിക്കാരം കാണിച്ചവർ, ഇത്തിയ് ധിക്കാരം, അത്തൗ പലപ്പോഴായിട്ട് പറഞ്ഞു പോയ വാക്കാണ്, തുകയാൻ ഇത്തിയ് ധിക്കാരം. അപ്പൊ ധിക്കാരത്തിനാൽ റഹ്മാനെതിരെ ഏറ്റവും ശക്തമായി നിന്നവർ ആരാണോ അവരെ നാം എല്ലാ സംഘത്തിൽ നിന്നും എടുക്കുന്നു. അപ്പൊ എല്ലാ ഉമ്മത്തിലെയും നേതാക്കൾ പ്രധാനികൾ അവിടെ മുമ്പിൽ നിന്നവർ അവരാണ് ആദ്യം നരകത്തിലേക്ക് എറിയപ്പെടുന്നവർ. തിരിച്ച് നന്മയിൽ മുമ്പിൽ നിന്നവർ അവരാണ് സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവർ. 70,000 ആളുകൾ ഹിസാബില്ലാതെ അദാബില്ലാതെ പോകും എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും മികച്ച തഖ്വയും ഈമാനുമുള്ള ആളുകളാണ്. ആദ്യം പ്രവാചകന്മാർ പോകുന്നു, പിന്നെ ഉമ്മത്തുകൾ പോകുന്നു. ആ ഉമ്മത്തുകൾ തന്നെ ഏറ്റവും സ്വാലിഹീങ്ങൾ സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറഞ്ഞ സാബിഖീങ്ങൾ തന്നെ മുൻകടന്നവർ. അവിടെയും മുൻകടന്നവർ തന്നെ അവർ റബ്ബിൻ്റെ അടുക്കൽ മുഖറബീങ്ങളാണ്, പ്രത്യേകിച്ച് സാമീപ്യം നൽകപ്പെടുന്നവരാണ്. അപ്പം നന്മയിലും അതുണ്ട്, തിന്മയിലും അതുണ്ട്. അപ്പം തിന്മയിൽ മാതൃക കാണിച്ചവർ, തിന്മയിൽ മുമ്പിൽ നിന്നവർ, തെറ്റായി നയിച്ച നായകന്മാർ നേതാക്കന്മാർ അവരൊക്കെ ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്.
ثم لنحن أعلم بالذين هم أولى بها صليا ثم അതോടൊപ്പം നഹ്നു അഅലമു നമുക്ക് നന്നായി അറിയാം നഹ്നു നാം അഅലമു നന്നായി അറിയുന്നവരുമാണ് ബില്ലദീന ഒരു കൂട്ടരെ കുറിച്ച് ഹും അവർ ഔലാ ബിഹാ സിലിയ ഔലാ ഏറ്റവും അർഹതപ്പെട്ടവരാണ് ബിഹ ആ നരകത്തിൽ കൊണ്ട് സിലിയ കത്തിയരിക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ടവരാരാണോ അത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നരകത്തിൽ കൂടുതൽ ശിക്ഷ ആർക്കാണ് കിട്ടേണ്ടത്, ആർക്കാണ് താരതമ്യേന ശിക്ഷ കുറയേണ്ടത്, അതൊക്കെ നമുക്കറിയാം. എല്ലാ നരകത്തേക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല എന്നർത്ഥം. എല്ലാവരും നരകത്തിലെത്തുന്നു, പക്ഷേ നമ്മുടെ എത്തിയവനിപ്പോൾ എല്ലാവരും ഒരേപോലെ അല്ലേ? അല്ല. ഈ നേതാക്കളും അനുയായികളും തെറ്റിക്ക് ക്ഷണിച്ചവരും തെറ്റിൽ മാതൃക കാണിച്ചവരും തെറ്റ് സ്ഥാപിച്ചെടുത്തവരും ആ തെറ്റിൽ ഒന്നും അറിയാതെ പിന്നെ കൂടിയവരും എല്ലാവരും എത്ര നരകത്തിലേക്കാണ്. അപ്പം ആ നരകത്തിൽ വെച്ച് എല്ലാവർക്കും ഒരേ ശിക്ഷ കിട്ടുമോ? ഇല്ല. നമുക്കറിയാം അതിൽ കൂടുതൽ വെന്തെരിയാൻ അർഹതപ്പെട്ടവൻ ആരാണ് എന്ന് നമുക്കറിയാം. സുമ്മ പിന്നീട് ഇവിടെ അത്തഫൻ ഈ മറ്റേ അത്തഫല്ല, നമ്മൾ സാധാരണ പറഞ്ഞ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം എന്ന ആ സുമ്മ അല്ല. ഇവിടെ ഖബറിന്റെ ഖബറുമായി അത്തഫ ചെയ്യാന്നുള്ള അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സുമ്മയാണ്. സുമ്മ ലനഅലമു നമുക്കറിയാം എന്നർത്ഥം. സുമ്മ ലനഅലമു തീർച്ചയായും നാം അറിയുന്നവരുമാണ് ബില്ലദീന ഒരു കൂട്ടരെ കുറിച്ച് ഹും അവർ ഔലാ കൂടുതൽ അർഹതപ്പെട്ടവരാണ് ബിഹ ആ നരകത്തിന്റെ കാര്യത്തിൽ സിലിയ സിലിയെ സലായസ്ല പഠിച്ച വാക്കാണ്. സയസ്ലാനാളും ഹാമിയ എന്നൊക്കെ പറഞ്ഞല്ലോ. സിലിയെ വെന്തെരിയുക, കരിഞ്ഞെരിയുക. അപ്പോൾ ആ നരകത്തിൽ കിടന്ന് എരിയാൻ ഏറ്റവും അർഹതപ്പെട്ടവർ ആരാണ് എന്ന് നമുക്കറിയാം. അഥവാ കൂടുതൽ ശിക്ഷ ആർക്ക് നൽകണം? അതാണ് അന്നഹു തആല അഅലമു ബിമൻ യസ്തഹിഖു മിനൽ ഇബാദി അൻ യസ്ലാ ബിനാരി ജഹന്നം വയുഖല്ലദു ഫീഹാ. നരകത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാനും ശാശ്വതരാകാനും ആർക്കാണ് അർഹതയുള്ളത്? വബിമൻ യസ്തഹിഖു ലിതളഈഫിൽ അദാബ് ഇരട്ടി ശിക്ഷ ആർക്കാണ് കിട്ടേണ്ടത്? ഇതൊക്കെ അല്ലാഹു തആലക്ക് അറിയാം എന്നാണ്. നേരത്തെ പറഞ്ഞ ലികുല്ലിൻ ദഅഫുൻ എല്ലാവർക്കും ഉണ്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആർക്കാണ് ഇരട്ടി കൊടുക്കേണ്ടത്? ആർക്കാണ് ശിക്ഷയിൽ കാഠിന്യം കൂടേണ്ടത്? ആരാണ് ഖാലിദായി കാലാകാലമായി നരകത്ത് കിടക്കേണ്ടത്? ആരാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരേണ്ടത്? ഇതൊക്കെ അല്ലാഹു തആലക്കറിയാം. അഅലമു തീർച്ചയായും നാം അഅലമു നന്നായി അറിയുന്നവരാകുന്നു. അപ്പോൾ എല്ലാവർക്കും നരകമുണ്ട്, എന്നാൽ നരകത്തെ ശിക്ഷകൾ ഏറ്റ വ്യത്യാസമാണ്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകുന്ന എല്ലാവർക്കും സ്വർഗീയ അനുഭൂതികളും ഏറ്റ വ്യത്യാസമുണ്ട്. അപ്പം ഇത് ഉണ്ട്. മരിച്ചാൽ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ജീവിക്കുന്നത് മാത്രമല്ല, മരിച്ചാൽ പിന്നീട് രണ്ടാമത് എണീക്കുമെന്ന് മാത്രമല്ല, അള്ളാഹിന്റെ മുമ്പിൽ വരും, ഹാജരാക്കപ്പെടും, നരകത്തിന് മുമ്പിലേക്ക് എത്തും, നരകത്തിൽ കടന്ന് വെന്തെരിയുന്ന സാഹചര്യവും ഉണ്ടാകും എന്ന് അത്തരം ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി മറുപടിയായി നൽകിയിരിക്കുന്നത് വല്ലാഹു അഅലം. ഔല ഏറ്റവും അർഹതപ്പെട്ടവർ പറയാം. ഏറ്റവും അർഹതപ്പെട്ട ഔല ഔലാലക ഫഔല ثم ഔലാലക ഫഔല എന്നൊക്കെ പറഞ്ഞ ഔല ഏറ്റവും നല്ലത് അതാണ് ഔല. മൊത്തമർത്ഥം ഫവറബ്ബിക നിന്റെ റബ്ബ് തന്നെയാവുന്ന സത്യം, ലനഹ്ശുറന്നഹും നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, വശയാതീന പിശാചുക്കളെയും, ثم ലനുഹ്ദിറന്നഹും പിന്നീട് നാം അവരെ ഹാജരാക്കുക തന്നെ ചെയ്യും, ഹൗല ജഹന്നമ ജസിയ നരകത്തിന് ചുറ്റും നിൽക്കുന്നവരായി അല്ലെങ്കിൽ മുട്ടുകുത്തിയവരായി നാം അവരെ ഹാജരാക്കുക തന്നെ ചെയ്യും. ثم لننزعن من كل شيعة പിന്നീട് എല്ലാ സംഘത്തിൽ നിന്നും നാം എടുക്കുക തന്നെ ചെയ്യും, അയ്യുഹും അശദ്ദു അല റഹ്മാൻ ഇതിയ അവരിൽ ആരാണോ റഹ്മാനോട് ഏറ്റവും കൂടുതലായി ധിക്കാരം കാണിച്ചത് അവർ നാം എടുക്കുക തന്നെ ചെയ്യും. ثم لنحن أعلم എന്നിട്ട് നമുക്കറിയാം ബില്ലദീന ഹും ഔലാ ബിഹാ സിലിയ ആ നരകത്തിൽ വെന്തെരിയാൻ ഏറ്റവും അർഹതപ്പെട്ടവരാരാണ് എന്ന് നമുക്കറിയാം. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا
ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا ثم لنحن أعلم بالذين هم أولى بها صليا سبحانك اللهم